ഹായ് ഹലോ. നമ്മൾ സ്ഥിരമായിട്ട് ടൗണിൽ പോകുമ്പോൾ നമ്മുടെ അടുത്ത് ആൾക്കാർ വന്ന് ചോദിക്കും, മെഡിക്കൽ കോളേജിലോട്ടുള്ള ബസ് എവിടെ നിർത്തുക, KSRTC ബസ് സ്റ്റാൻഡ് എവിടെയാണ്, റെയിൽവേ സ്റ്റേഷനിലോട്ട് എങ്ങനെ പോകും, അങ്ങനെ ചോദിക്കുന്ന ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ പലരും കേട്ടിട്ടുണ്ടാവും അല്ലേ. ഞാൻ സ്ഥിരമായിട്ട് എൻ്റെ അടുത്ത് ചോദിക്കാറുള്ള ആൾക്കാർ ചോദിക്കുന്നതാണ്, കോഴിക്കോട് ജില്ലയിലേക്ക് പുറത്തു നിന്നുള്ളവരും അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിൽ നിന്ന് ഈ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ കോഴിക്കോട് ടൗണിൽ വരുന്നവർക്കൊക്കെ ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് എവിടേക്ക് ബസ് എങ്ങനെ പോകുന്നു അറിയാത്തവരുണ്ടാവും. അപ്പോൾ നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ വന്നു കഴിഞ്ഞാൽ ഇനി ആരും ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല, ഈ ഒരു വീഡിയോ കണ്ടാൽ മാത്രം മതി. ഞാൻ കോഴിക്കോടത്തെ ബസ് സ്റ്റേഷനെ കുറിച്ചിട്ടും ബസ് സ്റ്റോപ്പുകളെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ബസ് എവിടെ നിന്നൊക്കെ എങ്ങോട്ടൊക്കെ പോകുന്നുണ്ടെന്നൊക്കെ ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞുതരാം. അതുകൊണ്ട് തന്നെ ലൈക്ക് അടിക്കാൻ മറക്കണ്ട. അതുപോലെ തന്നെ ഉപകാരപ്പെടുന്ന വീഡിയോ ആയതുകൊണ്ട് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. നേരെ വീഡിയോയിലോട്ട് പോകാം. കോഴിക്കോട് മാവൂർ റോട്ടിൽ സ്ഥിതി ചെയ്യുന്ന KSRTC ബസ് ടെർമിനലാണിത്. ഇതിൻ്റെ ന്യൂനതകളെക്കുറിച്ച് നമ്മുടെ കോഴിക്കോട് അങ്ങാടി എന്ന വീഡിയോയിൽ ഞാൻ ആദ്യത്തെ എപ്പിസോഡിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏറ്റവും വലിയ ഒരു ബസ് ടെർമിനലാണ്, പക്ഷേ ഇവിടെ സൗകര്യങ്ങൾ കുറവാണ്. ഷോപ്പിംഗ് സൗകര്യങ്ങളൊക്കെ വളരെ കുറവാണ്. വെറുതെ ഉണ്ടാക്കിയിട്ടിരിക്കുന്ന ഒരു ബിൽഡിംഗ് ആണ്. അതുപോട്ടെ, ഇവിടെ നിന്ന് പുറപ്പെടുന്ന ബസ്സുകൾ എന്ന് പറയുന്നത് കേരളത്തിൽ വിവിധ ജില്ലകളിലോട്ടുള്ള ബസ്സുകൾ ഇവിടെ നിന്ന് പുറപ്പെടുന്നു. എറണാകുളം, തൃശ്ശൂർ, ഗുരുവായൂർ അങ്ങനെ എല്ലായിടത്തോട്ടുള്ള ബസ്സുകൾ ഇവിടെ നിന്ന് പുറപ്പെടുന്നു. അതുപോലെ തന്നെ വയനാട് ജില്ലയിലോട്ടാണ് ഏറ്റവും കൂടുതൽ ബസ്സുകൾ ഇവിടുന്ന് സർവീസ് നടത്തുന്നത്. മാനന്തവാടി, കൽപ്പറ്റ, ബത്തേരി, പുൽപ്പള്ളി അങ്ങനെ വിവിധ സ്ഥലങ്ങളിലേക്ക്. അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിലെ ആനക്കമ്പയിൽ അതുപോലെ തന്നെയുള്ള സ്ഥലങ്ങളിലോട്ടും വഴിക്കടവ്, പാലക്കാട് ബസ്സുകൾ ഒക്കെ ഇവിടെ നിന്നാണ് പോകുന്നത്. ആനക്കമ്പയിൽ, താമരശ്ശേരി ബസ്സുകളൊക്കെ ഇവിടെ നിന്ന് എടുക്കുന്നുണ്ട്, KSRTCയുടെ ലോക്കൽ സർവീസ്. അതുപോലെ തന്നെ KSRTCയുടെയും കർണാടകയുടെയും അത് തമിഴ്നാടിൻ്റെയും ഊട്ടി, മൈസൂർ, ബാംഗ്ലൂർ സർവീസുകളും ഇവിടെ നിന്ന് എടുക്കുന്നുണ്ട്. ഇവിടെ ഒരു AC ക്യാബിൻ പണിതിട്ടുണ്ട്, നമുക്ക് വിശ്രമിക്കാനുള്ള സ്ഥലം. അതുപോലെ തന്നെ പാർക്കിംഗ് ഏരിയയുണ്ട്. പിന്നെ ജസ്റ്റ് ചായ കുടിക്കാനുള്ള സൗകര്യവും ഇതിൻ്റെ മുകളിലുണ്ട്. അതുമാത്രമാണ് ഈ ടെർമിനലിൽ നമുക്ക് ലഭ്യമാവുന്നത്. അതുപോലെ തന്നെ ബാത്റൂം സൗകര്യങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു സ്ഥലമാണ് KSRTC ബസ് ടെർമിനൽ. അപ്പോൾ നമുക്ക് ഇരുന്നൊക്കെ യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ മതി. ഇതാണ് കേട്ടോ തമിഴ്നാടിൻ്റെ ഒരു ബസ്. KSRTCയുടെ ഉല്ലാസയാത്രയും ഇവിടുന്ന് പുറപ്പെടുന്നു. മാവൂർ റോട്ടിൽ തന്നെ KSRTC ബസ് ടെർമിനലിൽ നിന്നും ഒരു 200 മീറ്റർ മാറി 250 മീറ്റർ മാറിയിട്ടാണ് മൊഫ്യൂസിൽ ബസ് സ്റ്റാൻഡ് അഥവാ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, പുതിയ സ്റ്റാൻഡ് എന്നൊക്കെ പറയുന്ന ഈ ബസ് സ്റ്റോപ്പ് സ്ഥിതി ചെയ്യുന്നത്. കോഴിക്കോട് ടൗണിൽ 3 ബസ് സ്റ്റേഷനുകളാണ് പ്രധാനമായിട്ടും ഉള്ളത്. ഒന്ന് ഞാൻ പറഞ്ഞു KSRTC ബസ് ടെർമിനൽ, രണ്ടാമത് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് അഥവാ മൊഫ്യൂസിൽ ബസ് സ്റ്റാൻഡ്, പുതിയ സ്റ്റാൻഡ് എന്നൊക്കെ പറയും. അത് നമ്മുടെ കോഴിക്കോടങ്ങാടി എന്ന വീഡിയോയിലുണ്ട്, കാണാത്തറവെന്ന് കണ്ടു നോക്കിക്കോളൂ. കോഴിക്കോട് ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിലേക്ക്, അതായത് നരിക്കുനി, ബാലുശ്ശേരി, കൂരാച്ചുണ്ട്, കുറ്റ്യാടി, വടകര അങ്ങനെ അവിടേക്കൊക്കെ നമ്മുടെ ഈ പുതിയ സ്റ്റാൻഡിൽ നിന്ന് ബസ് സർവീസ് ഉണ്ട്. അത്തോളി, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട സ്ഥലമായ യൂണിവേഴ്സിറ്റി, രാമനാട്ടുകര, കൊണ്ടോട്ടി, എയർപോർട്ട് അവിടേക്കൊക്കെ ഇവിടുന്ന് ബസ് കിട്ടുന്നതാണ് അത്തോളി. പിന്നെ കണ്ണൂരിലോട്ട്, അതുപോലെ തന്നെ പാലക്കാട്, തൃശ്ശൂർ, എറണാകുളം അവിടേക്കുള്ള ബസ്സുകളൊക്കെ നമ്മുടെ പുതിയ സ്റ്റാൻഡിൽ നിന്ന് കിട്ടും. വയനാട് ജില്ലയിൽ മാനന്തവാടി, കൽപ്പറ്റ, ബത്തേരി ബസ്സുകളും കിട്ടും. കൂടാതെ ഗുരുവായൂർ, പാലക്കാട് KSRTC ബസ്സുകളും ഇവിടെ നിന്ന് കിട്ടും. നമ്മുടെ കോഴിക്കോടങ്ങാടി എന്ന വീഡിയോയിൽ ഞാൻ ഈ KSRTC ബസ് സ്റ്റേഷൻ്റെ കൂടുതൽ ചിത്രങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. കാണാത്തവർ ആക്കൊന്ന് കണ്ടു നോക്കിക്കോളൂ. ഇതാണ് പുതിയ സ്റ്റാൻഡ് അഥവാ മൊഫ്യൂസിൽ ബസ് സ്റ്റാൻഡ്. ഈ ബസ് സ്റ്റേഷനിൽ 3 പ്ലാറ്റ്ഫോമുകളുണ്ട്. ഒരു പ്ലാറ്റ്ഫോമിൽ മീഞ്ചന്ത വഴി പോണ ബസ്സുകൾ, തിരൂർ ബസ്, കൊണ്ടോട്ടി അങ്ങനെ രാമനാട്ടുകര ബസ്സൊക്കെ ഒരു ഇതിലും, മറ്റൊരു പ്ലാറ്റ്ഫോമിൽ കണ്ണൂർ, വടകര, കുറ്റ്യാടി, പേരാമ്പ്ര ബസ്സുകൾ. ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നിടത്താണ് നരിക്കുനി, ബാലുശ്ശേരി, വയനാട് ജില്ലയിലോട്ടുള്ള ബസ്സുകളൊക്കെ പോകുന്നത്. ഇതാണ്
പാളയം ബസ് സ്റ്റാൻഡ്, കോഴിക്കോട്ടെ മൂന്നാമത്തെ ബസ് സ്റ്റാൻഡാണ് പാളയം ബസ് സ്റ്റാൻഡ്. ഇവിടെ നിന്നും പുറപ്പെടുന്ന ബസ്സുകൾ എന്ന് പറയുന്നത് മെഡിക്കൽ കോളേജ് വഴിയുള്ള എല്ലാ ബസ്സുകളും, അതായത് ലൈൻ ബസ്സുകൾ ഇവിടെ നിന്നാണ് പുറപ്പെടുന്നത്. എടവണ്ണപ്പാറ, മാവൂർ, നരിക്കുനി, പെരുമണ്ണ, NIT, കുന്നമംഗലം, താമരശ്ശേരി ബസ്സുകളൊക്കെ ഇവിടെ നിന്ന് എടുക്കുന്നുണ്ട്. അതുകൂടാതെ KSRTCയുടെ നിലമ്പൂർ ബസ്സും ഈ റൂട്ടിലാണ്, ഈ ബസ് സ്റ്റോപ്പിൽ നിന്നാണ് എടുക്കുന്നത്. മെഡിക്കൽ കോളേജ് ബസ്സുകൾ എടുക്കുന്നുണ്ട് ഇവിടുന്ന്. അതുപോലെ തന്നെ വേറൊരു സ്ഥലമുണ്ട്, ഓളോപ്പാറ, കോഴിക്കോട്ടെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമാണ്. അവിടേക്ക് രാവിലെ ഇവിടുന്ന് ബസ് പോകുന്നുണ്ട്. പിന്നെ KSRTCയുടെ നിലമ്പൂർ ബസ്സുകൾ ഇവിടെ നിന്നാണ് എടുക്കുന്നത്. മെഡിക്കൽ കോളേജിലോട്ടുള്ള എല്ലാ ബസ്സുകളും ഇവിടെ നിന്നാണ് എടുക്കുന്നത്. സീറ്റ് കിട്ടണമെങ്കിൽ ഇവിടെ വന്നാൽ കയറി പോകാൻ പറ്റും, ലൈൻ ബസ്. ഈ ബസ് സ്റ്റാൻഡിൽ അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ബാത്റൂം ഉണ്ട്, അത്ര വൃത്തിയൊന്നും ഇല്ല കേട്ടോ. ഈ കാണുന്നതാണ് മാനാഞ്ചിറ മോഡൽ സ്കൂളിൻ്റെ മുന്നിലുള്ള ബസ് സ്റ്റോപ്പ്. SBIൻ്റെ ആ ബസ് സ്റ്റോപ്പിൻ്റെ കുറച്ചപ്പുറത്തായിട്ട് മോഡൽ സ്കൂളുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. മാനാഞ്ചിറയിൽ തന്നെയാണ് ഈ 2 ബസ് സ്റ്റോപ്പുകളുള്ളത്. ഈ മോഡൽ സ്കൂളിൻ്റെ മുന്നിൽ ഒരു ചെറിയ ബസ് സ്റ്റോപ്പ് ഉണ്ട്. അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എലത്തൂര്, അതുപോലെ തന്നെ വെള്ളിമാട് കുന്ന്, ചെലവൂർ മെഡിക്കൽ കോളേജ്, മലപ്പറമ്പ് വഴി പോകണേ, സിവിൽ വഴി പോകണേ മെഡിക്കൽ കോളേജ് ബസ്സുകൾ, സിവിൽ, അതുപോലെ തന്നെ ചെലപ്പുറം, ബദിരൂർ, ചെറുകുളം ബസ്സുകളൊക്കെ ഈ സ്റ്റോപ്പിൽ നിർത്തും. സിറ്റി ബസ്സുകൾ, ലൈൻ ബസ്സുകൾ നിർത്തി കയറ്റാറ് കുറവാണ്. സിറ്റി ബസ്സുകൾ, കുണ്ടുപറമ്പ്, അതുപോലെ തന്നെ മാളിക്കടവ്, IT ഉണ്ട്, അവിടേക്ക് പോകുന്ന ബസ്സുകളൊക്കെ ഈ ബസ് സ്റ്റോപ്പിൽ നിർത്താറുണ്ട്, മോഡൽ സ്കൂളിൻ്റെ മുന്നിൽ. ഈ കാണുന്നതാണ് SBI ബാങ്കിൻ്റെ മുന്നിലുള്ള ബസ് സ്റ്റോപ്പ്. ഇവിടെ നിന്ന് ഒരുപാട് ബസ്സുകൾ പുറപ്പെടുന്നുണ്ട്. മാനാഞ്ചിറയിലാണ് ഈ SBI ബാങ്ക് ഉള്ളത്. ഇവിടെ നിന്ന് പുറപ്പെടുന്ന ബസ്സുകൾ എന്ന് പറയുന്നത് പുതിയാപ്പയിലോട്ടും ബീച്ചിലോട്ടും മെഡിക്കൽ കോളേജിലോട്ടും ഉള്ള ബസ്സുകൾ ഇവിടെ നിന്ന് കിട്ടും. കൂടാതെ പെരുമണ്ണ, പന്തീരങ്കാവ് ബസ്സുകൾ ഇവിടെ നിന്നാണ് പുറപ്പെടുന്നത്. പാലാഴി ഹൈലൈറ്റ് മാളിലോട്ടുള്ള ബസ്സും ലുലു മാളിലോട്ടുള്ള ബസ്സും ഇവിടെ നിന്ന് കിട്ടും. റെയിൽവേ സ്റ്റേഷനിലോട്ടുള്ള ബസ് കിട്ടും. ഇതാണ് മാനാഞ്ചിറയിൽ തന്നെയുള്ള BEM സ്കൂളിൻ്റെ മുന്നിലുള്ള ബസ് സ്റ്റോപ്പ്. ഇവിടെ നിന്നും പുറപ്പെടുന്ന ബസ്സുകൾ എന്ന് പറയുന്നത്, പുറപ്പെടുന്നതല്ല, ഇതിലെ പോകുന്ന ബസ്സുകൾ, ഈ ബസ് സ്റ്റോപ്പിൽ നിർത്തുന്ന ബസ്സുകൾ ബേപ്പൂർ, കൊളത്തറ, ചെറുകുളം, ചെലപ്പുറം, മാറാട്, മീഞ്ചന്ത, അതുപോലെ തന്നെ റെയിൽവേയിലോട്ട് പോകേണ്ടവർക്കും ഇവിടുന്ന് ബസ് കിട്ടുന്നതായിരിക്കും. കൂടാതെ ബേപ്പൂർ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, കോഴിക്കോട്ടെ ഒരു പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമാണ്. അവിടേക്കുള്ള ബസ്സുകളൊക്കെ കിട്ടുന്നത് ഇവിടെ നിന്നാണ്. ഒരു പ്രധാന കാര്യം പറയാനുള്ളത്, നമ്മൾ റെയിൽവേ സ്റ്റേഷൻ എന്ന് ബസ്സിൻ്റെ സ്ഥലം പറയുന്നുണ്ടെങ്കിലും റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിൽ കൂടി അല്ല ബസ് പോകുന്നത്. അത് അപ്സര തിയേറ്ററിൻ്റെ ആ ലിങ്ക് റോഡിൽ ഇറങ്ങിയിട്ട് നമ്മൾ നടക്കണം. MCC ബാങ്കിൻ്റെ അവിടെ ഇറങ്ങിയിട്ട് നമ്മൾ അപ്സരയുടെ മുന്നിൽ കൂടെ നടന്നാലാണ് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ എത്തുക. അല്ലാതെ റെയിൽവേ സ്റ്റേഷൻ്റെ കറക്റ്റ് മുന്നിൽ കൂടെ പോകുന്ന ബസ്സുകൾ ഇവിടെ നിന്ന് കിട്ടുന്നതല്ല. ഇതാണ് കോഴിക്കോട്ടെ ഒരു പ്രധാന ബസ് സ്റ്റോപ്പ്. ഇത് LIC ബസ് സ്റ്റോപ്പാണ്. മാനാഞ്ചിറയുടെ നേരെ ഓപ്പോസിറ്റ് SM സ്ട്രീറ്റിനോട് ചേർന്നാണ് ഈ ബസ് സ്റ്റോപ്പ് സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ പുതിയ സ്റ്റാൻഡിൽ നിന്നും വരുന്ന ഒരുവിധം എല്ലാ ലൈൻ ബസ്സുകളും ഇവിടെ നിർത്തും. ഉദാഹരണത്തിന് ബാലുശ്ശേരി, നരിക്കുനി, കുറ്റ്യാടി, വടകര ബസ്സുകളൊക്കെ ഇവിടെ നിർത്തും. അതുകൂടാതെ സിറ്റി ബസ്സുകളായ പാലാഴി ബസ്, വെള്ളിമാടുകുന്ന്, ചെലവൂർക്കുള്ള ബസ്സുകളൊക്കെ ഇവിടെ നിർത്തും. ബദിരൂർ, ചെലപ്പുറം ബസ്സുകളും ചെറുകുളം ബസ്സും ഇവിടെ നിർത്തുന്നതായിരിക്കും. കൂടാതെ KSRTCയുടെ ലോക്കൽ ബസ്സുകൾ, കുന്നമംഗലം, താമരശ്ശേരി, അടിവാരം ബസ്സുകളൊക്കെ ഇവിടെ നിന്ന് നിർത്തി കയറി പോകാൻ പറ്റും. അപ്പോൾ ഇത് സ്ഥിതി ചെയ്യുന്നത് മാനാഞ്ചിറയിലാണ്. നമുക്ക് LICയുടെ മുന്നിൽ നിന്നും കയറിയ സീറ്റ് കിട്ടണമെന്നില്ല. അതുപോലെ തന്നെ ഹൈലൈറ്റ് മാൾ പോകേണ്ടവർക്കൊക്കെ ഈ LICൻ്റെ അവിടെ നിന്ന് ബസ് കിട്ടുന്നതായിരിക്കും. പാലാഴി ബസ്സിന് കയറിയാൽ മതി. അപ്പം ഞാനിപ്പോൾ ബസ് കയറി യാത്ര തുടങ്ങിയിരിക്കുകയാണ്. നമ്മുടെ വീട്ടിലോട്ട് പോവുകയാണ്. നമ്മളിപ്പോൾ ചെയ്ത വീഡിയോയുടെ സ്ഥലങ്ങളാണിത്. മാനാഞ്ചിറ BEM സ്കൂൾ ബസ് സ്റ്റോപ്പാണത്. ഇവിടെ നമ്മുടെ ബദിരൂർ ബസ് നിർത്തും. ആ ബസ്സിൽ തന്നെ നമ്മൾ ഇപ്പം LICൻ്റെ അവിടേക്ക് എത്തി. ഇവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ ആളുകൾ കയറുക. നമ്മളവിടുന്ന് കയറി വന്നുകൊണ്ട് നമുക്ക് സീറ്റ് കിട്ടിയതാണ്. ഇല്ലെങ്കിൽ ഇവിടെ നമുക്ക് കയറിയാൽ ചിലപ്പോൾ സീറ്റ് കിട്ടണമെന്ന് ഉറപ്പില്ല. ഇതാണ് LIC ബസ് സ്റ്റോപ്പ്. ആ ബസ് മോഡൽ സ്കൂളിൻ്റെ അവിടെ എത്തി. ഈ ബസ് സ്റ്റോപ്പിൽ നിർത്തിയ ആളെ കയറ്റിയിട്ടാണ് പോവുക. ഇതാണ് മോഡൽ സ്കൂൾ ബസ് സ്റ്റോപ്പ്. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ? പിന്നെ ഒന്നും കൂടി ഞാൻ പറയാം. നമ്മുടെ മെഡിക്കൽ കോളേജ് ബസ് കിട്ടാൻ പുതിയ സ്റ്റാൻഡിൽ നിന്നാൽ കിട്ടും. അതുപോലെ തന്നെ മാനാഞ്ചിറയിൽ നിന്നാൽ കിട്ടും. LICൻ്റെ അടുത്ത്
SBI ബാങ്കിൻ്റെ അവിടെ നിന്നാലും നമുക്ക് മെഡിക്കൽ കോളേജിലോട്ടുള്ള ബസ്സുകൾ കിട്ടും. റെയിൽവേ സ്റ്റേഷനിലുള്ള ബസ് കിട്ടാൻ BM സ്കൂളിൻ്റെ അടുത്ത് നിന്നാൽ കിട്ടും, SBI ബാങ്കിൻ്റെ അടുത്ത് നിന്നാൽ കിട്ടും. അതുപോലെ തന്നെ പുതിയ സ്റ്റാൻഡിന് നേരെ മുന്നിൽ മാവൂർ റോഡിൽ നിന്നാലും നമുക്ക് റെയിൽവേ സ്റ്റേഷനിലോട്ട് ബസ് കിട്ടും. ഓർക്കുക, ഈ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകുന്ന ബസ്സൊക്കെ റെയിൽവേ സ്റ്റേഷൻ മുന്നിൽ കൂടി അല്ല പോകുന്നത്, ഓപ്പോസിറ്റ് MCC ബാങ്കിൻ്റെ അടുത്ത് ഇറങ്ങിയിട്ട് നമ്മൾ അപ്സരേൻ്റെ അവിടെ മുന്നോട്ട് നടക്കണം. അങ്ങനെയാണ് റെയിൽവേ സ്റ്റേഷനിലോട്ട് നമുക്ക് എത്താൻ കഴിയുക. അതുപോലെ ബേപ്പൂരിലോട്ടുള്ള ബസ്സുകൾ കിട്ടണമെങ്കിൽ, ബേപ്പൂർ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമാണ്, അതാണ് പറയുന്നത്. BMൻ്റെ സ്കൂളിന് മുന്നിൽ നിന്നാലും കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ മുതലക്കുളം ബസ് സ്റ്റോപ്പ് ഉണ്ട്, അവിടെ നിന്നാലും നമുക്ക് ബേപ്പൂർക്കുള്ള ബസ്സുകൾ കിട്ടുന്നതായിരിക്കും. അതിൽ നിന്ന് എടുക്കുന്ന മുക്കം ബസ്സുകൾ NITന് മുന്നിൽ കൂടിയാണ് പോകുക. അപ്പം നമുക്ക് പാളയത്ത് നിന്നാലും കിട്ടും, പുതിയ സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റ് ഫ്ലൈ ഓവറിൻ്റെ അടിയിൽ നിന്നാലും നമുക്ക് NIT ബസ്സുകൾ കിട്ടുന്നതായിരിക്കും. കോഴിക്കോട് മറ്റൊരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് സ്പോട്ടാണ് ബീച്ച്. അതുപോലെ തന്നെ പുതിയാപ്പ, അവിടേക്കൊക്കെ ബസ്സുകൾ കിട്ടുന്നത് പ്രധാനമായിട്ടും SBI ബാങ്കിൻ്റെ മുന്നിൽ നിന്നാണ് കിട്ടുക. SBI ബാങ്കിന് മുന്നിൽ നിന്ന് കിട്ടും. അതേപോലെ തന്നെ അവിടെ വളവ് തിരിഞ്ഞിട്ട് നമ്മുടെ ബീച്ചിലോട്ടുള്ള ആ പാലത്തിൻ്റെ അടിയിൽ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്, അവിടെ നിന്നും കിട്ടും. ബീച്ചിലോട്ടുള്ളതും പുതിയാപ്പയിലോട്ടുള്ള ബസ്സുകളൊക്കെ അതിലാണ് പോവുക. വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കണ്ട. പുതിയ കാഴ്ചകളും വിശേഷങ്ങളുമായി വീണ്ടും വരാം. അപ്പോൾ നമ്മുടെ കോഴിക്കോടങ്ങാടിയുടെ പുതിയ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി. ടാറ്റ, ബൈ ബൈ.